ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, നമ്മുടെ ഭാഗത്തുനിന്ന് അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി താങ്ങാൻ പറ്റില്ല. നമ്മൾ മാക്സിമത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് വേണ്ടി ചെയ്താൽ നമുക്ക് കുറച്ച് ഞാൻ മടുക്കും. നമുക്ക് നമ്മുടെ ഒപ്പം തന്നെ മുന്നോട്ട് നീങ്ങുന്ന കുറച്ച് ആൾക്കാരുണ്ടാകുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. നമ്മൾ കാരണം അവരും വിജയിച്ചു എന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം. ഒരു പോസ്റ്റിന് വേണ്ടി 8 പേര് മത്സരിക്കുന്നുണ്ട്. അതും മോശക്കാരല്ല, CBT 1 പാസ്സായി വന്ന ആൾക്കാരാണ്. അതില് നമ്മൾ ടെക്നിക്കൽ ആർക്കൊക്കെ ഉള്ളത് നമുക്കറിയില്ല. നമ്മൾ ഉദ്ദേശിച്ച പോസ്റ്റിനാണോ എല്ലാവരും കോമ്പറ്റീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വളരെ കുറയും. കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കും, പോസ്റ്റിന്റെ എണ്ണം കുറയും. അപ്പോൾ പ്രഷർ ഉണ്ടോ വെച്ചാൽ പ്രഷർ ഉണ്ട്. ആ സിലബസ് പറയുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയിരുന്നു, ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് ഇതാണ്, ഇതിൽ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ട്. റിസൾട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക, ഓരോ സ്റ്റേജിലും ഓരോ എക്സാമിനും റിസൾട്ട് കാണുമ്പോൾ നമുക്ക് അതിൽ ക്ലിയർ ആണ്. അപ്പോൾ ഏത് ഫോക്കസ് ചെയ്താലാ നമുക്ക് റിസൾട്ട് കിട്ടാന്ന് അതിൽ പറഞ്ഞു തന്നായിരുന്നു. ഞാൻ എഴുതിയ നോട്ട് വായിച്ചാൽ ഞാൻ വേറൊരു നോട്ടും ഈ സ്കോർ അക്കാഡമിയിലല്ലാതെ വേറൊരു ഫോക്കസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ പഠിക്കാനുണ്ട്. ഇത് എത്ര പഠിക്കാനുള്ള വെച്ചാൽ അറിയില്ല, സിലബസ് പറഞ്ഞാൽ വൈഡാണ്. പക്ഷെ നമുക്ക് ആവശ്യമുള്ളവേ വേണ്ടു. ഈ ഒരു എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ, വേറെ എനിക്ക് ആരോടും ബോധിപ്പിക്കാനില്ല ഞാൻ അത്ര പഠിച്ചു എന്നുള്ളതോ. അവിടെ എക്സാം വരുമ്പോൾ എക്സാമിന് ഉത്തരയ്ക്ക് അറിയണം.